എന്റെ ജീവനാമേശുവേ, നിന്റെ സ്വരമെൻ ചെവിയിൽ ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടുനാഥാ. ഉപ്പ് കാരമില്ലാതെ പോയാൽ, അല്ലെങ്കിൽ if the salt loses its saltiness, ഉപ്പുരസമുള്ള സോൾട്ട് നല്ലതാണ്, അത് മനുഷ്യന് പ്രയോജനമുള്ളതാണ്. ഇല്ലെങ്കിൽ അത് നിലത്തിനും കൊള്ളത്തില്ല, വളത്തിനും കൊള്ളത്തില്ല, വഴിയിലിട്ട് കഴിഞ്ഞിട്ട് മനുഷ്യനിട്ട് ചവിട്ടുമെന്ന്. എന്നറിയാമോ, ഇത് കാണുമ്പോൾ ഉപ്പിൻ്റെ രൂപമാണെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്തില്ല, രസമില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെയൊക്കെ പ്രശ്നം, നമ്മൾ ഈ ക്രിസ്ത്യാനിയും പെന്തിക്കോസ്താനെയും ഒക്കെ നാട്ടുകാരായിട്ട് ചവിട്ടുന്നതിൻ്റെ കാര്യം എന്നറിയാമോ, ക്രിസ്ത്യാനിയാണെന്ന് പറയാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവകാശവാദങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. നെഞ്ചത്തടിച്ചോണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, മറ്റോ പറയും എന്തുവാ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്ന സ്റ്റേജ്. നാട്ടുകാരിട്ട് ചവിട്ടുക. എന്തുകൊണ്ടാണെന്നറിയാമോ, you have lost your saltiness. True disciple is like the salt and the half-hearted disciple is like tasteless salt. അതാണ് ഇവിടെ പറയുന്നത്. യഥാർത്ഥ ശിഷ്യൻ ഉപ്പ് പോലെയാണ്, ഹൃദയം പകുതി ദൈവത്തിന് കൊടുത്തിട്ടുള്ളവൻ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള സോൾട്ട് പോലെയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു ഓട്ടത്തിന് നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ഈ ഓട്ടത്തിൽ എത്രയും ഓട്ടം ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. യു നീഡ് ടു സിറ്റ് ഡൗൺ ആൻഡ് കൗണ്ട് ദ കോസ്റ്റ്. ഇരുന്ന് തീർപ്പാൻ വകയുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം, അല്ലെങ്കിൽ പോകണ്ട. നിങ്ങൾക്ക് ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ദൈവം ശക്തീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ്, ഇതിനകത്തൊരു വലിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് ശക്തിയില്ല എന്ന് പറയുന്നതും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊച്ച് നേഴ്സിങ്ങിന് പഠിക്കാൻ പോവുകയാണ്. നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ നേഴ്സിംഗ് പഠിക്കാനുള്ള കാലിബർ ഇല്ലാത്ത ഒരു കൊച്ചു കാണും. എന്താണ്, അത്രയും വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തത്. എന്നാൽ നേഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേർ കാണും. എന്നാൽ നേഴ്സസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോകാമെന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് ചുമ്മാ പോയി അങ്ങ് ചേരും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വെറുപ്പോടെയായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നില്ല, ഇത് എൻജോയ് ചെയ്യുന്നില്ല, ഈ പഠനം എൻജോയ് ചെയ്യുന്നില്ല. മറ്റേ കൊച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, അവർക്ക് നേഴ്സാകാനുള്ള വലിയ കോളിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടത്ര ബുദ്ധിയില്ല. ഇത് രണ്ടും രണ്ടാ. ഇതുപോലെ ക്രിസ്തീയ ഓട്ടത്തിൽ ചില ആളുകൾക്ക് വേണ്ടത്ര ശക്തിയില്ല എന്നുള്ള ഒരു പേടി. എനിക്കെന്താണ് ശക്തിയില്ല, അതും എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് നീ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല എല്ലാവരും പറയുന്നത് കേട്ടു ഇങ്ങനെ ഓടിയെങ്കിലേ സ്വർഗത്തിൽ പോകുള്ളെന്ന്, വേറെ ഒരു മാർഗവും ഇല്ലെന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ വന്നേക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ക്രിസ്തീയ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നവരുമുണ്ട്, പ്രയാസപ്പെടുന്നുവെങ്കിലും ആസ്വദിക്കുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്താണ്, എപ്പോഴും ഡിസ്കണ്ടന്റ്മെന്റ്, അസംതൃപ്തിയോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെയാണ്. വേറെ ഗതിയില്ലാത്തതുകൊണ്ട്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് വീതം നൽകപ്പെട്ട ഒരു നാമവും ഇല്ല. ഉണ്ടായിരുന്നേ അതിൻ്റെ പുറകെ പോയേനെ, പക്ഷെ അതില്ലല്ലോ, എന്തോ ചെയ്യാനാ. അതുകൊണ്ട് എന്നാൽ പിന്നെ ഇതിൻ്റെ പുറകെ പോയേക്കാം, അല്ല എന്തോ ചെയ്യാനാ നമ്മൾ, എന്തൊരു പ്രയാസോ ദൈവമേ, ഇതല്ലാതെ നീ വേറെ ഒരു മാർഗവും തന്നിട്ടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള എന്തോ എൻജോയ്മെൻ്റ് ഇല്ലാത്ത ഇങ്ങനെ ഒരു ലൈഫ് എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് എന്നും, എൻ്റെ ബ്രദറെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു പോയില്ലയോ, രക്ഷിക്കപ്പെട്ടുപോയില്ലയോ എന്നാണ് പലരും പറയുന്നത്. രക്ഷിക്കാന്ന് പറഞ്ഞൊന്ന് നിർത്തും, പിന്നെ എന്താണ്, പെട്ടുപോയില്ലേ ബ്രദറെ, പിന്നെ എന്തോ ചെയ്യാനാ. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ടേസ്റ്റ്ലെസ് സോൾട്ട് എന്ന് പറയുന്നത്. ശക്തിയില്ലാത്തവരല്ല, എന്താണ്, ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ സംതൃപ്തിയില്ലാത്തവർ. എന്നാൽ ചില ആളുകളുണ്ട്, അവർ പലപ്പോഴും പരാജയപ്പെടുന്നവരായിരിക്കും, പലപ്പോഴും അവർക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് സംഹാവ് ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നവർ എൻജോയ് ചെയ്യുന്നവരാ. അവരുടെ ജീവിതത്തിൽ പാളിച്ചകളില്ല എന്നുള്ളതല്ല, പാളിച്ചകൾ ഉണ്ടായിരുന്നേക്കാം, പക്ഷേ എങ്ങനെയും യേശുവിൻ്റെ രൂപത്തോട് അനുരൂപപ്പെടുവാനുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെ അതിനുവേണ്ടി മുന്നേറുന്ന വ്യക്തികളുണ്ട്. എന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിൽ അത് എൻജോയ് ചെയ്യാത്ത ഒരുത്തനാണെങ്കിൽ അതാണ് കൗണ്ട് ദ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നിനക്ക് തീർപ്പാൻ വകയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർപ്പാൻ ഇഷ്ടമുണ്ടോ എന്നാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചോദ്യം. അല്ലാതെ നിനക്ക് ഹ്യൂമൻലി, മാനുഷികമായി നിനക്കതിനുള്ള ശക്തി ഉണ്ടോ കഴിവുണ്ടോ എന്നുള്ളതല്ല. പ്രിയമുള്ളവരെ, മാനുഷികമായി ഈ ഓട്ടത്തിനുള്ള ശക്തി നമുക്ക് ആർക്കുമില്ല. ആർക്കാ ഉള്ളേ? ആർക്കുമില്ല. കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ ശക്തിയുള്ള ആളുകൾ എത്ര പേരുണ്ട്?
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുക, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ആദ്യം പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കൽപ്പന കാക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. എന്താണ്? പേടിയല്ല. നമ്മളൊക്കെ കൽപ്പന കാക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം? പേടി കൊണ്ടാണ്. പേടിച്ച ഒരു കൽപ്പന തെറ്റിച്ചു കഴിഞ്ഞാൽ വല്ല നരകത്തിലോ വല്ലതും പോയാലെന്നുള്ള പേടി കൊണ്ടാണ്. ഞാൻ ചിലപ്പോൾ ആളുകളോട് ചോദിക്കാറുണ്ട്, ദൈവം എങ്ങാണ് ഇങ്ങനെയൊന്ന് പറയാമെന്ന് വെച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൈപൊക്കിയതാണല്ലോ. നിങ്ങളുടെ 12-ാമത്തെ വയസ്സിലോ 18-ാമത്തെ വയസ്സിലോ 42-ാമത്തെ വയസ്സിലോ നിങ്ങൾ കൈപൊക്കി യേശുവിനെ സ്വീകരിച്ചതാണല്ലോ. അത് മതി. നിങ്ങളെങ്ങനെ ജീവിച്ചാലും എനിക്കൊരു വിഷയമല്ല. നിങ്ങളെങ്ങനെ ജീവിച്ചാലും നിങ്ങളെ ഞാനങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളാം എന്നെങ്ങാണം ദൈവം പറഞ്ഞാൽ, അങ്ങനെ പറയത്തില്ല, ആരും ആഗ്രഹിക്കാൻ വേണ്ട. എന്നാൽ അങ്ങനെ എങ്ങാണം ദൈവം ഒന്ന് പറയാണെന്ന് വെച്ചു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിനക്ക് കള്ളു കുടിച്ചോ, നിനക്ക് വ്യഭിചരിച്ചോ, നിനക്ക് വഴക്കുണ്ടാക്കിയോ, അടി ഉണ്ടാക്കിക്കോ, രാഷ്ട്രീയം കളിച്ചോ, സഭയ്ക്കകത്ത് രാഷ്ട്രീയം കളിക്കണോ, എന്ത് വേണേൽ ചെയ്തോ, ഇതൊന്നും എനിക്ക് വിഷയമല്ല. നീ കൈവക്കിയതല്ലോ, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം, എന്ത് ചെയ്താലും കൊണ്ടുപോയിക്കോളാം എന്നെങ്ങാണം പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കുമോ നിങ്ങൾ നാളെ ജീവിക്കുന്നത്? ആണോ? പറ, നിങ്ങൾ ആത്മാർത്ഥയോട് പറ. ഒരിക്കലും അല്ല. കാര്യം, എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും അതൊക്കെ ചെയ്യാഞ്ഞത് എന്തുകൊണ്ടാണ്? അയ്യോ എൻ്റെ ദൈവമേ, ഇതെങ്ങാനും ചെയ്ത് കഴിഞ്ഞ് നരകത്തിനകത്ത് പോയി കഴിഞ്ഞാൽ ഇല്ലേ, വല്ല വിധേനെ മരിച്ചവിടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതെല്ലാം ചെയ്യാതെ ജീവിക്കുന്നത്. അതിൻ്റെ കാര്യം എന്നറിയാമോ? നമ്മൾ പേടിച്ചാണ് നിയമങ്ങൾ അനുസരിക്കുന്നത്. യഹൂദൻ അങ്ങനെ ആയിരുന്നു. യഹൂദൻ ദൈവത്തെ എപ്പോഴും വിളിച്ചത് അഡോണായി എന്നാണ്, യജമാനനെ എന്നാണ് വിളിച്ചത്, കർത്താവെ എന്നാണ് വിളിച്ചത്. അവൻ ഒരിക്കലും പിതാവെ എന്ന് വിളിക്കുന്നത് അത്ര സന്തോഷത്തോടെ അല്ല. അവന് ദൈവത്തെ പേടിയായിരുന്നു. എന്നാൽ കർത്താവ് വന്നിട്ട് പറഞ്ഞു, കോൾ ഹിം ആബാ ഫാദർ. അവനെ അപ്പ. വീട്ടിൽ നീ എന്നാ വിളിക്കുന്നത്? നമ്മുടെ വീട്ടിലാരും നമ്മൾ അപ്പനെ പിതാവേ എന്നൊന്നുമല്ല വിളിക്കുന്നത്, ആണോ? രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കാപ്പി അപ്പച്ചന് പപ്പായ്ക്ക് കൊണ്ട് കൊടുക്കുന്നത് പിതാവേ ഇതാ കാപ്പി എന്ന് വല്ലതും പറഞ്ഞുകൊണ്ടല്ലോ ആണോ? ഒന്നും അല്ലല്ലോ. നമ്മൾ വിളിക്കുന്ന നമ്മളുടെ വീട്ടിലെ പേരുണ്ടല്ലോ, അതുപോലെ യഹൂദന്മാരായ ആളുകൾ അരാമയ്ക്കിൽ, അന്ന് അവർ അരാമ്യ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അവർ വീട്ടിൽ വിളിക്കുന്ന പേരാണ്, വീട്ടിൽ അപ്പനെ വിളിക്കുന്നതാണ് ആബാ എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, സ്വർഗസ്ഥ പിതാവിനെ നിങ്ങൾ ആബാ എന്ന നിലയിൽ വിളിക്ക്, പേടി വിട്. പക്ഷേ പേടിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ അനുസരിക്കാതിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് അനുസരിക്കുന്നത്? ബിക്കോസ് യു ലവ് ഹിം. സ്നേഹിക്കുന്നത് കൊണ്ട്, ഇല്ലേ? പേടിച്ചിട്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, കൽപ്പനയുടെ അനുസരണം എന്ന് പറയുന്നത് ദൈവം നമ്മളെ നരകത്തിൽ തള്ളിയിടുമെന്നുള്ള പേടി കൊണ്ട് ആണെങ്കിൽ അത് പഴയ കാലത്തെ യഹൂദന്മാരുടെ കാലഘട്ടത്തിലെ അനുസരണം പോലെ ഉള്ളൂ. പക്ഷേ ഇന്ന് നാം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കേണ്ടതിൻ്റെ കാരണം നമ്മുടെ ഒരു പാപപ്രവൃത്തി അവനെ വേദനിപ്പിക്കുമോ എന്നുള്ള പേടിയിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യു വിൽ ഒബേ മൈ കമാൻഡ്മെന്റ്സ് ബിക്കോസ് യു ലവ് മീ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കൽപ്പനകൾ കാക്കുവാനുള്ള ശക്തി എനിക്കില്ല. നമുക്കെല്ലാം കൽപ്പന കാക്കണമെന്ന് ആഗ്രഹമുണ്ട്, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്കതിനുള്ള ശക്തിയില്ല. അങ്ങനെ ശക്തിയില്ലെങ്കിൽ എന്താ കർത്താവ് ചെയ്യുന്നത്? അവിടെയാണ് അടുത്ത വാക്യം. നമ്മൾ പറയുന്നത്, കർത്താവെ എനിക്ക് കൽപ്പനയൊക്കെ അനുസരിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ട് എല്ലാം ഒന്നും എനിക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യുക, അതിനകത്ത് കുറച്ചൊക്കെ ഒന്ന് കുറച്ചതാ. ഞാൻ എല്ലാം ഒന്നും അനുസരിക്കത്തില്ല, കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നടന്ന കാര്യമാണ് പറയുന്നത്. എൻ്റെ ഒരു സഹോദരൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട്, സഭയിൽ ചെന്നിട്ട് പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്ന്. അതുകൊണ്ട് കർത്താവ് നടന്നതുപോലെ നടക്കാനാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവോദ്ദേശ്യം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകൾ കർത്താവിൻ്റെ കണ്ണുകൾ പോലെ ആയിരിക്കണം. കർത്താവ് നോക്കാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. കർത്താവ് ഉച്ചരിക്കാൻ സാധ്യതയില്ലാത്തൊരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. കർത്താവ് ചെയ്യാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ യേശു ജീവിച്ചതുപോലെ തന്നെ ജീവിക്കണമെന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം. അത് ചെയ്യാനായിട്ട് നമ്മൾ നിർണയിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തിൽ നമ്മൾ അനുരൂപരാകേണ്ടതെന്ന് പറഞ്ഞു. സഭക്കാരെല്ലാം ഇങ്ങനെ വരണ്ടിരിക്കുക, ഇപ്പം യേശു ജീവിച്ച പോലൊക്കെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പാസ്റ്റർ അതിനുശേഷം പറഞ്ഞു, നല്ല കാര്യമാണ് സഹോദരന്മാരെ, വേദപുസ്തകപ്രകാരം അങ്ങനെയൊക്കെയാ നമ്മൾ കാണുന്നത്, നമ്മൾ കർത്താവ് ജീവിച്ച പോലെ ജീവിക്കേണ്ടതാകുന്നു. എന്നാൽ എല്ലാം ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ലാഭോളം അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്ന് പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് വിശ്വാസികളുടെ ശ്വാസം നേരെ വീണത്. അവൻ നമ്മൾ പറയുന്നത് എന്താണ്?
എല്ലാമൊന്നും നമുക്ക് അനുസരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളാൽ ആവോളം. പ്രിയമുള്ളവരെ, നമ്മളാൽ ആവോളം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു ബിബ്ലിക്കൽ വേർഡ് അല്ല. കാര്യം നമ്മളാൽ ഒന്നും ആവത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ അതിന് ശക്തീകരിക്കേണ്ടതിന് ഞാൻ ഒരാളെ പറഞ്ഞുവിടാം. അവൻ്റെ പേരാണ് സത്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ല, അല്ലാതെ സ്വന്തം ശക്തിയിലല്ല. എന്നാൽ അതേസമയം ഇന്ന് ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം, അവർ പറഞ്ഞു, ഒരു വലിയ കോളിങ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല. ക്രൂശ് എടുത്തവനെ അനുഗമിക്കാൻ കർത്താവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അതിനുള്ള ശക്തി എനിക്കില്ല. നമ്മുടെ ശക്തി നമുക്കില്ല, ശരിയാണ്, പക്ഷെ മനസ്സുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 22-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ ചെന്നിട്ട് കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ, നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഒരു ദൂതൻ വന്ന് അവനെ ശക്തീകരിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ദൈവത്തിൻ്റെ പുത്രൻ വരെ മാനുഷിക ശരീരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ഹിം, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിക്കുവാൻ. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിക്കുവാനുള്ള മനസ്സ് അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ പുറകെ പോകത്തില്ല, ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നവനെ ശക്തീകരിച്ചു. തീരുമാനമെടുക്കാൻ വേണ്ടി ദൈവം ഒരിക്കലും ദൂതനെ അയക്കത്തില്ല, പക്ഷെ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിലനിൽക്കുവാനും ഉറയ്ക്കുവാനും ജീവിക്കുവാനും സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയക്കുവാനും ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ തീരുമാനം നിങ്ങളുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരുമാനമെടുക്കാനായിട്ട് അതിനുള്ള ശക്തി നമുക്ക് തന്നെ ഉണ്ടല്ലേ പറ്റുള്ളൂ. പക്ഷെ ആ തീരുമാനത്തിൽ ജീവിക്കുവാൻ തീർച്ചയായും ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇതിനെ രണ്ടായിട്ട് കാണണം. എന്ത്? ഒരുവനൊരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ അവന് തീർപ്പാൻ വകയുണ്ടോ എന്ന് പറയുമ്പോൾ മാനുഷികമായി അവന് ശക്തി ഉണ്ടോ എന്നുള്ളതല്ല, അവൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. വരാൻ പോകുന്ന ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുന്നുവോ? ഒരുപക്ഷെ മരണത്തെ വരെ, ഇന്ന് ഞാൻ സംസാരിച്ച വ്യക്തി പറഞ്ഞതാണ്, വി നോ ഈവൻ അവർ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, ദാറ്റ്സ് വാട്ട് അവർ കോളിംഗ്. ഞങ്ങൾക്കറിയാം ഒരുപക്ഷെ ഞങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന നിലയിലുള്ള ഒരു കോളിംഗ് ആ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അതിനുള്ള മനസ്സുണ്ടെങ്കിൽ അതിനുള്ള ശക്തി കർത്താവ് തന്നിരിക്കും. അതിനുള്ള മനസ്സ് ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ ഓട്ടക്കളത്തിൽ വന്നു നിൽക്കുമ്പോൾ ഓടാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ഓട്ടക്കളത്തിലെ സകല പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ശക്തി കർത്താവ് പകർന്നു തരും എന്നതിന് യാതൊരു സംശയവുമില്ല. എടുത്തു ചാടി ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് മാത്രം അർത്ഥമില്ല. 2-3 വ്യക്തികളുടെ കാര്യം കർത്താവ് പറഞ്ഞത് ഞാൻ ഒന്ന് ഓടിച്ചു പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ 3 വ്യത്യസ്തരായ ആളുകൾ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായിക്കൊണ്ട്, ചെറിയ രീതിയിലല്ല, വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആളുകളെ നമ്മളവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ആൾ പറയുന്നത്, അവൻ വഴി നടന്നു പോകുമ്പോൾ 57-ാം വാക്യത്തിൽ, അവൻ വഴി നടന്നു പോകുമ്പോൾ ഒരുവൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തിനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുവൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഭാഗം ഞാൻ പറയാൻ കാര്യം, ഈ ഏറ്റവും ഒടുവിൽ കർത്താവ് പറഞ്ഞു നിർത്തുന്ന വാക്യമാണ്,
സ്റ്റേബിൾ അല്ലാത്തവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. സ്ഥിരതയില്ലാത്തവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല. ആദ്യത്തെ വ്യക്തി, ഞാൻ ആദ്യത്തെ ഈ വ്യക്തിയെ വിളിക്കുന്നത് ഈസ് മിസ്റ്റർ സൂപ്പർ ഫാസ്റ്റ്. അവൻ പറയുന്നത് എന്നാണെന്നറിയാമോ? ഓടി വന്നിട്ട് അവനോട് കർത്താവ് നീ എന്നെ അനുഗമിക്കുക, ഒന്നും ചോദിച്ചില്ല. പലപ്പോഴും കർത്താവ് ആളുകളെ വിളിക്കുമ്പോൾ കർത്താവ് അങ്ങ് വിളിക്കുകയാണ്, അല്ലേ? എന്നെ അനുഗമിക്കുക, അല്ലേ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ എല്ലാം വിളിക്കുമ്പോഴത്തേക്ക് കർത്താവ് എന്നിട്ട് പറഞ്ഞു ഫോളോ മീ. പക്ഷെ ഇവിടെ കർത്താവ് ഇവനോട് അനുഗമിക്കാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ഇവൻ ഓടി ചെന്നിട്ട് ഓഫർ ചെയ്യുകയാണ്, യെസ് ലോർഡ്, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വിൽ ഫോളോ യു വേർ എവർ യു ഗോ. എവിടെയൊക്കെ നീ പോകുന്നോ അവിടെ എല്ലാം, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. ഇവന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ ഒരു ഒരു തിരിച്ചറിവ് അവനുണ്ടായില്ല. അവൻ എവിടൊക്കെ അതായത് യേശു എവിടൊക്കെ പോകുമെന്നുള്ളത് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ജീവനാമേശുവേ, നിന്റെ സ്വരമെൻ ചെവിയിൽ ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥാ. ഇമ്പമോടെ വന്നടിച്ചിടുന്നു ഞാൻ കേട്ടു നാഥാ. പാപിയേവായെന്നീ ആശ്വസിക്ക നീ സതതം. ക്ഷീണമുള്ള നിൻ തലയൻ മാർവിൽ ചാരി സുഖിക്ക. ക്ഷീണമുള്ള നിൻ തലയൻ മാർവിൽ ചാരി സുഖിക്ക. കണ്ടു ശാന്തതയേ യേശുവിന്റെ സ്നേഹമാർവി. എന്നെ അടുപ്പിച്ചു സന്തോഷത്താൽ ദുഃഖങ്ങൾ മാറ്റി. എന്നെ അടുപ്പിച്ചു സന്തോഷത്താൽ ദുഃഖങ്ങൾ മാറ്റി. സർവവും ഞാൻ ദാനമായി നിർവ്യാജം തരുന്നു ഭാവി. ജീവവെള്ളം നീ കുടിച്ചാനന്ദം പ്രാപിച്ചിടുക. ജീവവെള്ളം നീ കുടിച്ചാനന്ദം പ്രാപിച്ചിടുക. നദിയിൽ നിന്നു ഞാൻ മോദമോടെ പാനം ചെയ്തു. കേവലമെന്താഹം ശമിച്ചിപ്പോൾ ജീവിക്കുന്നു ഞാൻ. കേവലമെന്താഹം ശമിച്ചിപ്പോൾ ജീവിക്കുന്നു ഞാൻ. എന്റെ ജീവകാലമെല്ലാം യേശുവെന്ന മെയ് വെളിച്ചം കണ്ടു നടപ്പാൻ കൃപ നൽകേണം ദേവാദിദേവാ. കണ്ടു
കൃപ നൽകേണം ദേവാദിദേവാ.